അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും മദീന ചാനലിൻ്റെ ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് മസ്ജിദ് നബവിക്ക് മുമ്പിലാണ് മദീനയിൽ. ഇപ്പോൾ റബീഉൽ അവ്വൽ മാസത്തിലാണല്ലോ നമ്മളെല്ലാവരും ഉള്ളത്. റബീഉൽ അവ്വലായിട്ട് പ്രത്യേകമായിട്ട് എന്തൊക്കെയാണ് ഇവിടെ മസ്ജിദ് നബവിയിൽ നടക്കുന്നത്, മദീനത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് നമ്മളെ വിദ്യാർത്ഥികളവിടെ ഹറമിൽ അവർ പഠിക്കൊക്കെ ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ടാവും. നമുക്ക് അവരോട് വിശദമായിട്ട് ചോദിച്ചറിയാം. അപ്പോൾ ഫൗസാൻ അവിടെ ഇരിക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹ് സുഖം തന്നെ. പിന്നെ നമ്മൾ മദീന ചാനലിൽ ഇപ്പോൾ റബീഉൽ അവ്വലായിട്ട് ഇവിടുത്തെ വിശേഷങ്ങളൊന്ന് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാന്നുള്ള നമ്മൾ വീഡിയോ എടുക്കുക. എന്താണ് റബീഉൽ അവ്വൽ പ്രമാണിച്ച് പിന്നെ ഹറമുകളിലെ പ്രത്യേക പരിപാടികളുടെ പോസ്റ്ററൊക്കെ ആളുകൾ ഷെയർ ചെയ്തിട്ട് ഉള്ളൊരു ഒരു സഹോദരൻ ഷെയർ ചെയ്തിരുന്നല്ലോ. മാഷാ അല്ലാഹ്, നല്ല ഉഷാറായിട്ടുള്ള പ്രത്യേക പരിപാടികൾ റബീഉൽ അവ്വലിൽ മസ്ജിദുൽ ഹറമിലും മസ്ജിദ് നബവിയിലും ഉണ്ട്. അത് ക്ലാസ്സുകളാണ് പ്രധാനമായിട്ടും. പിന്നെ ഹറമുകളിൽ അറിയാമല്ലോ, ലോകത്തിലെ ഏറ്റവും പ്രശസ്തരായ അതുപോലെ തന്നെ അറിവുള്ള പണ്ഡിതന്മാരാണല്ലോ ഹറമുകളിൽ ക്ലാസ് എടുക്കുക. പക്ഷേ നമ്മുടെ സഹോദരൻ പറഞ്ഞതിലുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ക്ലാസ്സുകളിലുള്ള കണ്ടന്റ് ഈ പറഞ്ഞ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ആ ഒരു മൗലിദാഘോഷത്തിന് നേരെ എതിരാണ്. ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസ് ഹഫിദുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലെ ആ ഒരു ക്ലിപ്പൊക്കെ ഒരു പക്ഷേ പിന്നെ വൈറലായി ഉണ്ടാവും. ബിദഅത്താണെന്ന് പറയുന്നത്. تدل على الاحتفال بالموالد عامة ومولد النبي صلى الله عليه وسلم خاصة. ما مات عليه الصلاة والسلام إلا وقد بلغ البلاغ المبين، فالذين يحدثون بعده يتهمونه بأنه ما بلغ، وإلا لبلغنا بسنية هذه الموالد لنعملها. وقد أكمل الله لنا الدين بقوله سبحانه: اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. والتعبير عن محبة النبي صلى الله عليه وسلم لا يكون بالهوى ولا بالتعصب ولا بالرأي ولا بالعقل والمنامات والمناسبات والمكاشفات المزعومة، بل بحسب ما دل عليه النص من كتاب الله وسنة رسول الله صلى الله عليه وسلم. സത്യം പറഞ്ഞാൽ മദീനയിൽ നമുക്ക് റബീഉൽ അവ്വലിന് മാത്രമല്ല ഓരോ പ്രത്യേക സന്ദർഭങ്ങൾ വരുമ്പോൾ കാലിക പ്രസക്തമായ വിഷയങ്ങളിൽ ക്ലാസ്സുകൾ, പ്രത്യേക പരിപാടികൾ മീൻസ് ക്ലാസ് അല്ലാതെ മറ്റു പരിപാടികളല്ല സംഘടിപ്പിക്കാറുണ്ട്. അതായത് അതിൻ്റെ കൃത്യമായ ഇസ്ലാമിക വശം എന്താണെന്ന് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഹജ്ജിന്റെ സമയത്ത് ഹജ്ജിന്റെ അഹ്കാമുകൾ, ഹജ്ജിന് വിധിവിലക്കുകൾ എന്താണ്, ഇങ്ങനെയാണ് പ്രത്യേക നടക്കും. അപ്പോൾ റബീഉൽ അവ്വലിൽ ലോകം മുഴുവൻ റബീഉൽ അവ്വലിനെ തെറ്റിദ്ധരിക്കുകയും അതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിന ആഘോഷം, മൗലിദ് ആഘോഷം എന്നുള്ള നിലയിൽ കൊണ്ടാടുകയും ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശരിയായി ദീൻ പഠിച്ച് മനസ്സിലാക്കുന്ന, അത് പ്രചരിപ്പിക്കുന്ന മദീനയിൽ തന്നെയുള്ള പണ്ഡിതന്മാരെന്ത് ചെയ്യും, അതിൻ്റെ ശരിയായ വശം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. അപ്പോൾ അതിന് അൽഹംദുലില്ലാഹ് നമ്മുടെ ഇവിടുത്തെ ഹറം കാര്യാലയം തന്നെ വെക്കുന്ന പ്രോഗ്രാമുകളാണിത്. ശരിക്കും എന്താണ് പ്രവാചക സ്നേഹം, എങ്ങനെയാണത് പ്രകടിപ്പിക്കേണ്ടത്, മൗലിദ് ആഘോഷം അത് പറ്റുമോ ഇല്ലയോ. وفقهم الله يحرص على إظهار حبه للنبي صلى الله عليه وسلم. أنا والله بغيت أسألك السؤال هذا. هذا مهم. نعم. هذا سؤال الساعة. نعم. تجد كثير من الناس يحسب إنه حينما نحب الرسول عليه الصلاة والسلام لابد نقوم باحتفالات ومظاهر وشكليات. لا، الشرع بين لنا كيف نحب رسول الله صلى الله عليه وسلم، وحبه أحب إلينا من أنفسنا. نعم. وأهلينا وأموالنا ووالدينا وأولادنا. الله أكبر. ومن الماء البارد على الظمأ. نعم. لكن بالاتباع. أحسنتم. قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم. فالدعوة من منبر الحرمين الشريفين إلى الأمة الإسلامية أن تحرص على الاعتصام بالكتاب والسنة والاجتماع وعدم التفرق، لأن هذه البدع والمحدثات والأهواء طالما فرقت الأمة. قل يا أهل الكتاب تعالوا إلى كلمة سواء بيننا وبينكم. نعم. ألا نعبد إلا الله ولا نشرك به شيئا. وإذا كانت
هذه الدعوة لأهل الكتاب فهي للمسلمين أولى. نعم. فينبغي الحقيقة أن المسلم يعي هذه الرسالة. കൃത്യമായി അതിൻ്റെ ചരിത്രങ്ങളും വിശദാംശങ്ങളും ശരിക്കും എങ്ങനെയാണ് നമ്മൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത് എന്നതൊരു ചോദ്യമാണ്. ഇന്നത്തെ കാലത്തെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന അതായത് അതിൻ്റെ ഒരു വെറുതെ ഒന്ന് ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇതാണോ ജന്മദിന ഒരു പ്രവാചകനോട് സ്നേഹമുണ്ടെങ്കിൽ ഇതാണോ ചെയ്യേണ്ടത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഉദാഹരണങ്ങളിലേക്ക് കടക്കുന്നില്ല. അതെ, സ്നേഹം സത്യമാണെങ്കിൽ സ്നേഹമുണ്ടെന്ന് പറഞ്ഞിങ്ങനെ പടക്കം പൊട്ടിക്കുകയും ആഘോഷിക്കുകയല്ലോ. തീർച്ചയായിട്ടും അതാണ് അനുസരിക്കുകയാണ് വേണ്ടത്. ഉമ്മയുടെ സ്നേഹമുണ്ടെന്ന് പറഞ്ഞിട്ട് ഉമ്മയുടെ ബർത്ത്ഡേ ആഘോഷിച്ച് ഭയങ്കര ഇതാവുന്ന ഉമ്മ പറയുന്നൊന്നും അനുസരിക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പറഞ്ഞു, എത്ര കാര്യങ്ങൾ പറഞ്ഞു. അതിനൊക്കെ തീർത്തും നേരെ ഓപ്പോസിറ്റാണ് ഈ ആഘോഷങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ. ഇനി അങ്ങനെ ആഘോഷങ്ങൾ നടക്കുന്ന കാര്യങ്ങൾ മാറ്റി വെച്ചാൽ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പറയുക അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ അതിൻ്റെ പേരിൽ നടക്കുന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഓതുന്ന സാധാരണ മങ്കൂസ് മൗലിദ് അല്ലെങ്കിൽ ഷറഫനാന മൗലിദ്, ഇതുമായി ബന്ധപ്പെട്ട് ഓതുന്ന മൗലിദുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അധികം ഓരോ വരിയിലും 2-3 അബദ്ധങ്ങളാണ് പലതും കാണുന്നത്. അതൊക്കെ കൃത്യമായി നമ്മുടെ നാട്ടിലെ പണ്ഡിതന്മാർ തന്നെ കൃത്യമായി അത് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതും അതിലെ ആശയപരമായ അഥവാ വിശ്വാസപരമായ പ്രശ്നങ്ങൾ, ഗുരുതരമായ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഒരു പാട്ട് എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ട്യൂണിൽ അങ്ങനെ പാടുന്നത് കൊണ്ട് ചിലപ്പോൾ ആളുകൾക്ക് മനസ്സിലാക്കണം. പക്ഷെ അതിലെ ആശയവും അർത്ഥവും ഒന്ന് മനസ്സിലാക്കിയാൽ തീരാവുന്നതേ ഉള്ളൂ. ശരിയായ ദീൻ പഠിക്കുകയും ഇതിലൊക്കെ ഉള്ളത് എന്താണ്, അതിന്റെ കണ്ടന്റ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ എന്താണ് പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഇവിടെ റബീഉൽ അവ്വലിന് മാത്രമല്ലല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹം പ്രകടിപ്പിക്കുന്നത്. ഇവിടെ എല്ലാ ദിവസവും മസ്ജിദ് നബവിയാണ്, മദീനയാണ്. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ ദീൻ അതേ പരിശുദ്ധിയോടുകൂടി ശരിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന സദസ്സുകളാണ് എല്ലാ ദിവസവും നടക്കുന്നത്. ഹദീസ് ഹദീസിന്റെ വ്യാഖ്യാനങ്ങൾ, ശറഹുകൾ, അതിന്റെ വിശദീകരണങ്ങൾ, പ്രത്യേക ക്ലാസ്സുകളുണ്ട്, ഖുർആൻ ക്ലാസ്സുകൾ, മറ്റ് ദീൻ ശരിക്ക് പഠിക്കുക എന്നുള്ളത്. ഓരോന്നും കുട്ടികൾ ഇതിന്റെ ദർശനം നടക്കുന്നു. ചെറിയ കുട്ടികൾ മുതൽ അതെ, ചെറിയ കുട്ടികൾ ഇവിടെ വന്നാൽ കാണാം. വളരെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ മുതൽ ഖുർആനും ഹദീസുകളും അതൊക്കെ മനഃപ്പാടമാക്കുന്നു, അതിന് അർത്ഥങ്ങൾ പഠിക്കുന്നു, ആശയങ്ങൾ പഠിക്കുന്നു. കൂടുതൽ കർമ്മശാസ്ത്രവും അതുപോലെ തഫ്സീറും മറ്റങ്ങനെ ഇസ്ലാമികമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും പഠിക്കുന്നു. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ ആ റസൂലിൻ്റെ അനന്തരാവകാശം അതെന്താണ്? ശരിയായ ദീൻ, ശരിയായ അറിവാണ്. അത് മാക്സിമം പ്രചരിപ്പിക്കുക. അതിൻ്റെ ലോകത്തിലെ ഏറ്റവും വലിയൊരു ഹബ്ബാണ് സത്യം പറഞ്ഞാൽ മദീന. അപ്പോൾ എല്ലാ ദിവസവും വർഷം മുഴുവൻ ഇടമുറിയാതെ ഇവിടെ റസൂലിനുള്ള സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അറിവ് പകരുന്നതിലൂടെ അത് വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമിൽ ഇപ്പോൾ മദീന പള്ളിയിലെ ഹലക്കകൾ നമ്മൾ മദീന ജേണലിൻ്റെ ഗ്രൂപ്പിൽ തന്നെ ഷെയർ ചെയ്തിരുന്നു. 80,000-ലധികം വിദ്യാർത്ഥികളാണ് ഓൺലൈനും ഓഫ്ലൈനുമായിട്ട് ഇവിടുത്തെ ഹൽക്കകളിൽ മാത്രം പഠിക്കുന്നത്. ഹലക്കകളിൽ മാത്രം, മറ്റ് കോളേജല്ല, ഇവിടെയുള്ള കോളേജുണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അതിലല്ല, ഹൽക്കകളിൽ മാത്രം പഠിക്കുന്നത് 2026 ഈ വർഷത്തെ കണക്കനുസരിച്ച്. അതായത് ശരാശരി ഒരു ദിവസം 5 ഹാഫിളുകൾ ഇവിടെ ഈ ഹൽക്കകളിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം. അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ പ്രവാചക സ്നേഹമുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ നമ്മൾ ശരിയായ ദീൻ പഠിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ തുടങ്ങുക. ഈ വിദ്യാർത്ഥികളിൽ നിന്ന് മാറി നിൽക്കുക. അള്ളാഹു റസൂൽ എന്താണ് പറഞ്ഞത്, എന്താണ് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്, അത് കൃത്യമായ ജീവിതത്തിൽ പുലർത്തുക എന്നുള്ളതാണ്. പലപ്പോഴും വളരെ സിമ്പിളായ സുന്നത്തുകൾ പോലും ആളുകൾ പരിഹാസത്തോടുകൂടിയാണ് കാണുന്നത്. ആ ആളുകളാണ് പ്രവാചക സ്നേഹത്തിന്റെ പേരിൽ രംഗത്ത് വരാറുള്ളത്. ഇപ്പോൾ വസ്ത്രധാരണം, അതുപോലെ താടി, അങ്ങനത്തെ കുറേ വിഷയങ്ങൾ, സിമ്പിളായ വിഷയങ്ങളാണ് അതൊക്കെ. വ്യക്തിപരമായി എന്താ പറയുക, റസൂലുള്ളാഹി പറഞ്ഞ ഒരു സുന്നത്ത് പിൻപറ്റുന്നില്ല എന്ന് മാത്രമല്ല, അതൊരു പരിഹാസത്തോടെ പിൻപറ്റുന്ന ആളുകളെ കളിയാക്കും. മുറിയൻ പാൻറ് ധരിച്ച ആളുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ടൊക്കെ എഴുതിയിരുന്നു, ബാർബറുടെ കരങ്ങൾ തലോടിയിട്ടില്ലാത്ത താടി രോമങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് റസൂൽ നിര്യാതയ്ക്ക് മേലെ നമ്മളെ വസ്ത്രം കയറ്റിയെടുക്കണം എന്നുള്ളതും താടിനെ അങ്ങ് വിട്ടേക്കണം എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മളെ പിൻപറ്റുന്നില്ല, അതിനെക്കാട്ടും ഗുരുതരാണ് അതിനെ പരിഹസിക്കുക എന്നുള്ളത്. അപ്പോൾ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഓരോരുത്തരെയും പണ്ഡിതന്മാർക്കപ്പുറം ഓരോ ആളുകളെയും നമുക്കിവിടെ നമ്മൾ സീസണലായിട്ടല്ല, നമ്മൾ ജീവിതം മുഴുവൻ അള്ളാഹു റസൂലിൻ്റെ ഉള്ള സ്നേഹമാണ്, ഹുബ്ബാണ്. അതുപോലെ തന്നെ ആ മുതാബാത്ത്, പ്രവാചകൻ പഠിപ്പിച്ചതിനെ അനുസരിക്കുക, ജീവിതത്തിൽ പുലർത്തുക, ഇത്തിബാ ഉണ്ടാവുക എന്നുള്ളതാണ് ശരിയായ പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞത്. പിന്നെ പലപ്പോഴും ഇപ്പോൾ നബിദിനാഘോഷം പോലത്തെ ഇത്തരം വിദ്യാർത്ഥികളെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പല ആളുകളും ഇപ്പോൾ വീഡിയോസിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും, മദീനയിലേക്ക് മടക്കുന്ന കണക്ക് പല ആളുകളും പറയുന്നത് മദീനത്തൊന്നുമില്ല, അങ്ങനെയാണ്. പക്ഷെ മദീനത്ത് ഉഷാറായിട്ട് പരിപാടികൾ നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ്. അത് ഇവിടുത്തെ വീഡിയോ ചെയ്ത് പിന്നെ നമ്മൾ പല ആളുകളും അതിനെ ഇവിടെ യാഥാർത്ഥ്യത ഇതാണ് നമ്മൾ അറിയിച്ചു കൊടുത്തിരുന്നു. ചിലർക്ക് ഡിലീറ്റ് ചെയ്താണ്. പക്ഷേ ചില ആളുകളെ ഇത് കണ്ട ആൾക്കാർ
എന്താ പറയാതെ വിശ്വസിച്ച് അങ്ങനെ നടക്കുന്നത് കാണാൻ സാധിക്കും. അത് പിന്നെ പലരും ഒക്കെ പറഞ്ഞതുപോലെ ഒരുപക്ഷെ വ്യക്തിപരമായിട്ട് അവരുടെ വീടുകളിലോ മറ്റൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടാവും. അല്ല ഹറമില് ഇവിടെ അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാല് അത് പിടിച്ചോണ്ടാണ് കേസാണ്. അത് ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് മദീനയിൽ പഠിക്കാനായിട്ട് വന്നിറങ്ങുന്നത് പിന്നെ റബീഉൽ അവ്വൽ 12-നാണ്. ഞാൻ ഫസ്റ്റ് മദീന യൂണിവേഴ്സിറ്റിയിൽ, പിന്നെ പൊതുവെ ഇപ്രാവശ്യം റബീഉൽ അവ്വലാണ് നമ്മൾ തിരിച്ചെത്തുന്നത്. ഇവിടെ ഒന്നും കാണാൻ കഴിയില്ല. പിന്നെ പറയൂ റബീഉൽ അവ്വലിൽ നല്ല തിരക്കാണെന്നൊക്കെ പറയും. പൊതുവെ എല്ലാ സമയത്തും തിരക്കുണ്ട്. പിന്നെ റബീഉൽ അവ്വൽ ഇപ്പൊ പല ആളുകളും റബീഉൽ അവ്വൽ അങ്ങനെ ലോകത്ത് ഒരുപാട് ആളുകൾ ഇങ്ങനെയുള്ള വിശ്വാസം ഉള്ളതുകൊണ്ട് ആളുകൾ ഈ സമയം നോക്കി തെരഞ്ഞെടുത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് തിരക്കുണ്ട്. അല്ലാതെ മദീനത്ത് പ്രത്യേകിച്ച് ഇവന്റ് നടക്കണോണ്ട് ഇവിടെ ഒരു ഇവിടെ ഒരു ഇവന്റും അങ്ങനെ നടക്കാറില്ല. ഈ പറഞ്ഞ ക്ലാസ്സുകളുടെ അവസ്ഥ തന്നെ മറ്റേ ആള് തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ ചെയ്യുന്നതിന്റെ സത്യാവസ്ഥ നമ്മൾ പറഞ്ഞു. അതിന്റെ ശരിയായ അവസ്ഥ ഇതാണ്. മൂപ്പര് പറഞ്ഞ പോലെ മുമ്പ് ആദ്യമായിട്ടാ തുടങ്ങുന്നത് എന്നുള്ളത് ഒരു പക്ഷെ ഇങ്ങനെ ഒരു സീരീസ് ആയിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക ടൈമില് റബീഉൽ അവ്വൽ ഒരു പ്രത്യേകം ഒരു 5 ദിവസത്തെയോ ഒരു 6 ദിവസത്തെയോ ക്ലാസ് വെച്ച് എന്നുള്ളത് കൂടുതൽ വിദ്യാർത്ഥികളും ഇതൊക്കെ പ്രചരിക്കുന്നതുകൊണ്ട് അത് ഓരോ കാലത്തിനനുസരിച്ച് ആ സമയത്ത് പ്ലാൻ ചെയ്യുന്ന പ്രോഗ്രാമുകളാണ്. പിന്നെ വർഷം ഇത് ആഘോഷം തുടങ്ങിയതിന് ഒരു തരത്തിലല്ല. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കാം, മദീനയിൽ എവിടെയും നിങ്ങൾക്ക് നോക്കാം, അവിടെ എന്തെങ്കിലും തരത്തിൽ റബീഉൽ അവ്വൽ വന്നുകൊണ്ട് എന്തെങ്കിലും പ്രത്യേക ആഘോഷങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഗതികൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റില്ല. അത് ആ ഒരു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ നിർദ്ദേശം അതേപടി പാലിക്കുന്നതിൻ്റെ ഒരു ആ കണിശത കൂടിയാണ്. ഇവിടുത്തെ പണ്ഡിതന്മാർ ആ നിലയ്ക്ക് ജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്നുണ്ട്, കൃത്യമായി അതിനെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഉള്ളൊരു കണിശതയാണത്. ശരിക്കും നമ്മൾ ദീൻ അങ്ങനെ തന്നെ ആ ഒരു വിദ്യാർത്ഥികളില്ലാതെ സംരക്ഷിക്കുക എന്നുള്ളതാണല്ലോ വേണ്ടത്. പിന്നെ ഈ നബിദിനാഘോഷം എന്ന് പറയുമ്പോൾ അത് സംഭവം അങ്ങനെ ഒന്നും റസൂലും സ്വഹാബത്തും ആ കാലഘട്ടത്തിൽ ഉത്തമ കാലഘട്ടങ്ങളിലൊന്നും നടന്നിട്ടില്ലെങ്കിലും റസൂലുള്ളാഹിയുടെ സ്നേഹത്തിൻ്റെ ഭാഗമല്ലേ നബി ജനിച്ചൊരു ദിവസം സന്തോഷിക്കുക, ഫബിദാലിക ഫൽയഫ്റഹു എന്നുള്ള ആയത്തിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ് എന്നുള്ള ഒരഭിപ്രായമുണ്ട്. പല അഭിപ്രായങ്ങളുണ്ട്, ഖുർആനാണ് ഇസ്ലാമാണെന്നൊക്കെ. പക്ഷെ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ സന്തോഷിക്കാൻ പറഞ്ഞാണ്. അപ്പോൾ നമുക്ക് നബിദിനം അത് നമ്മൾ ആഘോഷിക്കാം. ഇത് ഭക്ഷണം കൊടുക്കലാണ്, ഒരുപാട് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കലാണ്, ഈ ദിവസത്തെ ഓർമ്മിപ്പിക്കലാണെന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത്? ദീനിൽ അങ്ങനെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച്. പിന്നെ പലപ്പോഴും പല ആളുകളും വൈകാരികമായിട്ട് പറയും എന്താണ് പല ആൾക്കാരും നിങ്ങൾക്ക് സ്നേഹമില്ല, ഞങ്ങൾക്ക് സ്നേഹം നിങ്ങളെന്താ ഇതിൻ്റെ ഇതല്ലേ, അതായത് ഇന്ന സ്ഥലത്ത് കിട്ടാത്ത സ്വർഗം നമുക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്ര ആലോചിച്ചാൽ മതി. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതിപ്പോൾ ഈ ആയത്തായാലും എന്ത് സംഗതിയായാലും ഈ സ്നേഹമായാലും നമ്മളിപ്പോൾ 2026 അല്ലെങ്കിൽ നമ്മളല്ലല്ലോ ഇത് ആദ്യമായിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുശരീരത്തിൽ ഒരു മണൽത്തരി വീഴുന്നത് നോക്കി നിന്ന നിഴൽ പോലെ നടന്ന ആളുകളുണ്ട്, സ്വഹാബിമാർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു മുറിവ് പറ്റിയാൽ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുഖമൊന്ന് മാറിയാൽ റസൂലുള്ളാഹി സ്വലം എന്താവശ്യമുണ്ടോ അത് ചെയ്ത എത്ര ആളുകൾ, സ്വഹാബിമാരെ സ്നേഹം നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അവരിൽ ആരെങ്കിലും സ്വന്തം ജീവൻ കൊടുക്കാൻ തയ്യാറായ അവരിൽ ആരെങ്കിലും ഒരാൾ മദീനയിൽ വേണ്ട, കൂഫയിലോ ബസറയിലോ ഡമസ്കസിലോ ഈജിപ്തിലോ, സ്വഹാബിമാർ പലയിടത്തും പരന്നു പോയല്ലോ, എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു സ്വഹാബി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്നേഹത്തിൻ്റെ പേരിൽ അത്ര നമ്മളെ വികാരം എന്ന് പറഞ്ഞാൽ നമ്മളെക്കാൾ എത്രയോ ഇമോഷണലി കണക്റ്റഡ് ആണ് സ്വഹാബിമാരെന്ന് പറയുന്നത്. വഹീൻ്റെ വിയർപ്പ് തുള്ളികൾ നേരിട്ട് കണ്ട മനുഷ്യന്മാരാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പട്ടിണി കിടക്കുന്നത് നേരിട്ട് കണ്ട ആളുകളാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിൽ ആ ഇബ്നു ഖമിയ കുഴിച്ച കുഴിയിൽ വീണിട്ട് അതിന് താങ്ങിയെടുത്ത് കൊണ്ടുവന്ന സ്വഹാബികളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്പുകളേറ്റ് വന്ന പിന്നെ ഉമ്മു ഉമാറ റളിയല്ലാഹു അൻഹ, അബൂ തൽഹ, ഇവരൊക്കെ ആ സ്വഹാബിമാരുടെ അത്രയും ത്യാഗവും അത്രയും സ്നേഹമൊന്നും വേറെ ലോകത്തൊരു മനുഷ്യനുണ്ടാവും, ആർക്കും ഉണ്ടാവില്ല. അങ്ങനെയെങ്കിൽ റസൂലിൻ്റെ വഫാത്തിന് ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖലീഫയല്ലോ, എന്തെങ്കിലും ഒരു തടസ്സമുണ്ടോ ഇസ്ലാമിക ലോകത്ത്? അല്ലെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായി, പേർഷ്യയും റോമൊക്കെ കീഴടങ്ങി, ഇസ്ലാമിക സാമ്രാജ്യം ഉണ്ടായി. ഒരു സർക്കുലർ ഇറക്കാമായിരുന്നു, ഇന്നത്തെ ദിവസം റബീഉൽ അവ്വൽ 12 അവധിയാണ്, നിങ്ങൾ എല്ലാ പട്ടണങ്ങളിലും നിങ്ങൾ കൊടിതോരണങ്ങൾ തൂക്കണം. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി ഖലീഫമാർ കടന്നുപോയി, മുആവിയ റളിയല്ലാഹു അൻഹു കടന്നുപോയി. അവരൊക്കെ സ്വഹാബിമാരാണ്. അവരൊക്കെ റസൂലിൻ്റെ കൂടെ തൊട്ട് നിന്ന് യുദ്ധത്തിലും അല്ലാത്തപ്പോഴും കൂടെ നിന്ന മനുഷ്യന്മാരാണ്. ആരെങ്കിലും ഒരാൾ ഖലീഫയപ്പോൾ എന്തായിരുന്നു ഇസ്ലാമിക ലോകത്തിൻ്റെ തടസ്സം? ഇപ്പോൾ ഇസ്ലാമിക് കലണ്ടർ, ഹിജ്റ കലണ്ടർ ഉണ്ടാക്കിയത് ഉമർ റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ കലണ്ടർ ഉണ്ടാക്കി ഉമർ റളിയല്ലാഹു അൻഹു വേണമെങ്കിൽ നമ്മുടെ നാട്ടിലെ കലണ്ടർ പോലെ റബീഉൽ അവ്വൽ 12 വേണമെങ്കിൽ ഒരു ചുമപ്പ് പബ്ലിക് ഹോളിഡേ പ്രഖ്യാപിക്കാമായിരുന്നു. എന്ത് തടസ്സം ഉണ്ടായിരുന്നോ? ഇല്ല, ആരും ഇത് ചെയ്തിട്ടില്ല.
അന്ന് ഒരു സാധാരണ എല്ലാ ദിവസവും പോലെ തന്നെയാണ് റബീഉൽ അവ്വൽ 12 മദീനയിൽ കടന്നുപോയത്, ഇസ്ലാമിക ലോകത്തും കടന്നുപോയത്. പിന്നെ ആരാണ് ഇത് പിൻകാലത്ത് ഇത് ഇങ്ങനെ ഒരു ആഘോഷം തുടങ്ങിയത്? ഇത് കൃത്യമായി ഇത് അംഗീകരിക്കുന്നവരും അല്ലാത്തവരും, ഈ മൗലിദിനെ അംഗീകരിക്കുന്നവരും എതിർക്കുന്നവരും ഒരുപോലെ സമ്മതിക്കുന്ന സംഗതിയാണ്. ഫാത്തിമികളാണ് ഇത് തുടങ്ങിയത്, ഷിയാക്കൾ ആണ് ഇത് തുടങ്ങിയത് എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ മാത്രം പറയുന്നതല്ല, അത് ഇഷ്ടംപോലെ ആ വിഷയങ്ങളൊക്കെ കേരളത്തിൽ പണ്ഡിതന്മാർ കൃത്യമായി വിശദീകരിച്ച സംഗതിയാണ്. അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും പറയുന്ന സംഗതിയാണ്. ഇത് ആദ്യത്തെ 3 നൂറ്റാണ്ടുകളിൽ ഇല്ലാത്തൊരു സംഗതിയാണ്, പിന്നീട് ഷിയാക്കളാണിത് തുടങ്ങിയത് എന്നുള്ളത്. അപ്പം ഉറപ്പായും പ്രവാചക സ്നേഹം, ഇപ്പോൾ രാജാവിനേക്കാൾ വലിയ രാജഭക്തി എന്ന് പറയുന്നത് പോലെ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതായാലും പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇനി പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ സ്നേഹം കൊണ്ട് ചെയ്യണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമ്മളെക്കാൾ സ്നേഹമുള്ള, ഏറ്റവും സ്നേഹമുള്ള സ്വഹാബിമാർ, അവർ ഉറപ്പായും അതിൽ എന്തെങ്കിലും ഒരു നന്മ ഉണ്ടായിരുന്നെങ്കിൽ അവരത് ചെയ്യുമായിരുന്നു. അവരത് ചെയ്ത് കാണിച്ചത് അതാ റസൂലിനോടുള്ള സ്നേഹം ഇങ്ങനെയാണ് നിങ്ങളെ കാണിക്കേണ്ടത് കേട്ടോ, ഒരു സംഗതി ഇവിടെ ഉണ്ടായില്ല. അപ്പം അതിൽ തന്നെ മനസ്സിലാക്കാം നമുക്ക്. പിന്നെ ഈ ഒരു ഭക്ഷണം കൊടുക്കലാണ് അങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെന്താണ് അവരുടെ ഭക്ഷണം കൊടുക്കൽ അല്ലാത്ത സമയത്ത് നന്മയാണ്. പക്ഷേ ഇതിൻ്റെ പേരിൽ നമ്മൾ പ്രവാചക സ്നേഹം എന്നതിൻ്റെ പേരിൽ ഒരു കാര്യം നമ്മൾ ചെയ്യണമെങ്കിൽ ഒരു ആഘോഷം, ഇപ്പോൾ ആഘോഷത്തെക്കുറിച്ച്, ഇപ്പോൾ 2 ആഘോഷങ്ങളെക്കുറിച്ച് ഇസ്ലാം പഠിപ്പിച്ചു. ഏതുവരെ പഠിപ്പിച്ചു? ആഘോഷങ്ങളിൽ പോകേണ്ട വഴി, തിരിച്ചു വരേണ്ട വഴി വേറെ ആയിരിക്കണം, എന്തൊക്കെയാണ് അന്നത്തെ ഓരോ ദിവസം ചെയ്യേണ്ട കർമ്മങ്ങൾ ഒക്കെ കൃത്യമായി പഠിപ്പിച്ചു. ഇസ്ലാമിൽ മറ്റൊരു ആഘോഷം ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിക്കുമായിരുന്നു. നബിദിനത്തിന് അന്ന് എന്താ ചെയ്യേണ്ടത്, കൃത്യമായ അന്നത്തെ ഓരോ ഇബാദത്തുകൾ എന്തായിരുന്നു, അങ്ങനെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. ഇസ്ലാമിൽ അങ്ങനെ ഇല്ലാത്തൊരു സംഗതി ഉണ്ടാക്കുക എന്ന് പറയുന്നതിനാണ് ബിദഅത്ത് എന്ന് പറയുന്നത്, പുതുതായി ഉണ്ടാക്കുക. റസൂലുള്ളാഹി പ്രത്യേകം പറഞ്ഞതാണ്. പൂർണ്ണം അതൊക്കെ തള്ളപ്പെടേണ്ടതാണെന്നുള്ളതാണ് ദീനിൻ്റെ അടിസ്ഥാനം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മളിപ്പോൾ മർവാൻ്റെ അടുത്തുള്ളത് മദീന ജാണലിലെ റബീഉൽ അവ്വൽ വിശേഷവുമായി ബന്ധപ്പെട്ട് ഓരോരുത്തരടുത്ത് ഓരോ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. നമ്മുടെ നാട്ടിൽ ഈ സമയത്ത് വലിയ ആഘോഷങ്ങളായിക്കൊണ്ട്, നബിദിനാഘോഷവും മറ്റുള്ള വിദ്യാർത്ഥികളായിട്ട് അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. മദീനത്തിൻ്റെ അവസ്ഥ ഇല്ല എന്നൊക്കെ നമ്മൾ വ്യക്തമാക്കി. ഇനി അടുത്തൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പോൾ പലപ്പോഴും നമ്മുടെ നാട്ടിലെ സമസ്തക്കാരല്ലാത്ത ആളുകൾ, സലഫുകൾക്കൊന്നും നബിനോട് സ്നേഹമില്ല എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം? ഈ സമസ്തക്കാരൻ മാത്രമാണോ നബിനോട് സ്നേഹമുള്ള ആളുകൾ, അനുസരണമുള്ള ആളുകൾ? അല്ലല്ല, ഈ സലഫികൾക്ക് എല്ലാവർക്കും നബിനോട് എന്തുണ്ട്? സ്നേഹമുണ്ട്. ഒരു തെറ്റിദ്ധാരണയാണ്. യഥാർത്ഥത്തിൽ നബി സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണത്. നബി സ്നേഹം എല്ലാവരും വിചാരിച്ചത് നബിദിനത്തിൻ്റെ അന്ന് വലിയ ആഘോഷങ്ങളും ഇതൊക്കെ ഉണ്ടാക്കലാണ് എന്നൊക്കെ വിചാരിച്ചുണ്ട്. അങ്ങനെ ചില ജഹലിൻ്റെ ഒരു അറിവില്ലായ്മയുടെ അവസ്ഥയിൽ ഉണ്ടാക്കുന്നത്. യഥാർത്ഥത്തിൽ നബി സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താണ്? ഇത്തിബാഉ സുന്ന, പ്രവാചകൻ്റെ ജീവിതത്തെ എന്ത് ചെയ്യുക? അനുധാവനം ചെയ്യുക എന്നുള്ളതാണ്, അനുസരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പണ്ഡിതന്മാരെ ജീവിതം നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവർ ഫുള്ള് ജീവിതത്തിൽ മുഴുവൻ നബിൻ്റെ ഓരോ നിമിഷങ്ങളും അനുകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ സഹാബാക്കളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചതിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ ചില സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഇരിക്കും. അപ്പോൾ എന്താണ് ഇരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഇരിക്കാറുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതാണ് എന്ത് നബി സ്നേഹം എന്ന് പറഞ്ഞാൽ. അല്ലാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ചില കാര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് എന്താണ്? അത് ദീനിൽ കടത്തിക്കൂട്ടലാണ്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം വെറുത്തിരുന്ന കാര്യമാണ്. അപ്പം അതാണ് നമ്മൾ അതിലൊന്ന് അതന്നെ അത് മർദൂദാണ്, തള്ളപ്പെടേണ്ടതാണ്. ചെയ്തു കഴിഞ്ഞാൽ ചില ആളുകളൊക്കെ പറഞ്ഞപ്പോൾ ഇതൊരു സ്നേഹപ്രകടനമല്ലേ, ഒരു ഇബാദത്ത് നമുക്ക് അങ്ങനെ ഇഷ്ടമുള്ളതൊക്കെ നബിദിനാഘോഷം പോലത്തെ അങ്ങനത്തെ ഇഷ്ടമുള്ളതൊക്കെ ശരിക്കും ചെയ്യാൻ പറ്റുമോ? ഇതില്ല ശരിക്കും ഇബാദത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതിൻ്റെ അസ്ല് മന്ന ആണെന്നാ പറയില്ല. അഥവാ ഇബാദത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്താണോ പ്രവാചകൻ പറഞ്ഞത് അതേ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കൊന്നും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. അള്ളാഹ് എന്താണോ അള്ളാഹ്ക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹയ്യാക്കി ഇറക്കി കൊടുത്ത് അതാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ. അതിൽ പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ ഫജറിൻ്റെ സുബൈ 2 റക്അത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഒരു ഉസ്താദ് ഇപ്പോൾ ഒരു പള്ളിയിൽ നിന്ന് പറയുകയാണ്, ഈ നമ്മൾ എല്ലാവരും നീച്ച് വന്നല്ലേ, നമുക്ക് 3 റക്അത്ത് നിസ്കരിക്കാം, റക്അത്തും കൂടി ഏതായാലും ഒക്കെ നീച്ചല്ലേ എന്ന് പറഞ്ഞാൽ
നമ്മളാരെങ്കിലും അംഗീകരിക്കോ? ആരും അംഗീകരിക്കില്ല. കാരണം 2 റക്അത്തെ റസൂലുള്ളാഹി സുബഹി പഠിപ്പിച്ചിട്ടുള്ളൂ. നിസ്കാരത്തിന്റെ ഒരു വക്തിന്റെ വിഷയതാണ്. അതേപോലെ തന്നെ ഓരോ ആരാധനയും അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ചെയ്യേണ്ടത് ഒക്കെ റസൂലുള്ളാഹി കൃത്യമായിട്ട് പഠിപ്പിച്ചു. സ്വഹാബത്ത് അത് കൃത്യമായിട്ട് ഓരോ വിഷയങ്ങളും ഒപ്പിയെടുത്തിട്ട് നമുക്ക് പകർന്നു നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിലില്ലാത്തൊരു കാര്യം നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. പിന്നെ അതേപോലെ തന്നെ പ്രവാചകന്റെ മേലിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക. ഞാനൊരു ദിവസം ഞാൻ ജാസിമും ഒരു ടാക്സിയിൽ ജാമ്യയിലേക്ക് പോയിക്കൊണ്ടിരിക്കണ ഒരു മിസ്രിയാണ് ടാക്സി ഡ്രൈവർ. അദ്ദേഹം പറയുന്നുണ്ട് സ്വലാത്ത് എന്നുള്ളത് അത് നമ്മളെപ്പോഴും എന്ത് ചെയ്യണം, വർദ്ധിപ്പിക്കണം. അത് മൂപ്പര് നമ്മളോട് ഇറക്കണ വരെ എന്താണ് സ്വലാത്തല്ലായിരുന്നു. അത് ജുമായുടെ തലേ ദിവസമാണെന്ന് എൻ്റെ ഓർമ്മ. അന്ന് ഫുള്ള് സ്വലാത്തില്ല, വെള്ളിയാഴ്ച രാവിലെ മൂപ്പരിങ്ങനെ നമുക്കിങ്ങനെ പഠിപ്പിച്ചതാണ്. മൂപ്പര് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് മിസ്രികൾ കുറേ ആൾക്കാർ എന്താണ് സ്വലാത്ത് നല്ലോണം വർദ്ധിപ്പിക്കുന്ന ആൾക്കാരാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് മൻ സല്ല അലയ്യ സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റ, അള്ളാഹുവിൻ്റെ മേലിൽ എന്താണ് സ്വലാത്ത് ചെല്ലും എന്നുള്ള ഒരു ഹദീസ് ഉണ്ട്. നമ്മള് സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളതൊക്കെയാണ് എന്ത്. പലപ്പോഴും നമ്മുടെ നാട്ടിലുള്ള സമസ്തക്കാരല്ലാത്ത ആളുകളൊന്നും സ്വലാത്ത് ചൊല്ലാത്തവരാണെന്നൊക്കെയാണ് തെറ്റിദ്ധരിപ്പിക്കപ്പെടാറുണ്ട്. അത് വേറെ ഒരു തെറ്റിദ്ധാരണയാണ്, തെറ്റിദ്ധരിപ്പിക്കപ്പെടലാണ്. എപ്പോഴും നമ്മൾ ചെല്ലണം, അധികരിപ്പിക്കണം. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസമൊക്കെ അത് അധികരിപ്പിക്കണം. ഇവിടുത്തെ ആളുകളൊക്കെ നമുക്ക് അങ്ങനെ അധികരിപ്പിക്കുന്നത് കാണാനും ചെയ്യും. പ്രത്യേകിച്ച് ഖുതുബകളിലും മറ്റു ക്ലാസ്സുകളിലൊക്കെ പ്രത്യേകമായിട്ട് പറയുകയും ചെയ്യും. ഇപ്പോൾ പലപ്പോഴും എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നു. ഇവിടെ മസ്ജിദ് നബവിയിൽ നിന്ന് അനുഭവം ഉണ്ടായിരുന്നു. മക്കത്തുനിന്നും വെള്ളിയാഴ്ച ദിവസം അസർക്ക് ശേഷം അവിടെ പള്ളിയിൽ ഇരുന്നിട്ട് അവസാന സമയത്ത് മണിക്കൂറുകളോളം സ്വലാത്ത് ചൊല്ലിയിരിക്കുന്നത് അതൊക്കെ നമുക്ക് ശരിക്കും കാണാൻ കഴിയും. കാരണം റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നബിദിനാഘോഷം പോലത്തെ മറ്റുള്ള വിഷയമൊന്നും പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടൊന്നും നമുക്കിവിടെ കാണാം. അത് നമ്മൾ വെറുക്കേണ്ട കാര്യം കൂടിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം വെറുത്താണ്. അങ്ങനത്തെ ആളുകൾ വരുമ്പം പരലോകത്ത് എന്താണ് നബിക്കും അവർക്കിടയിൽ ഒരു മറയിടും. അപ്പം നബി ചോദിക്കും എന്താണ് കാര്യം എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കൗമിൽപ്പെട്ടവരാണല്ലോ ചോദിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും നിനക്ക് ശേഷം അവരെന്താണ് ഉണ്ടാക്കിയതെന്ന് നിനക്കറിയില്ല എന്ന് പറയും. അത് ഭയങ്കര ഗൗരവമുള്ള കാര്യമാണ്. അത് നമ്മൾ അത്രയും ഗൗരവത്തിൽ കാണേണ്ട ഒരു കാര്യം കൂടിയാണ്. ഓക്കെ. പിന്നെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി തആല പറഞ്ഞതുപോലെ ലൗ കാന ഹുബ്ബുക സാദിഖൻ ലഅതഅതഹു, നമ്മൾ വളരെയധികം നീ എന്ത് അനുസരിക്കും. എൻ്റെ ജീവിതത്തിൽ എപ്പോഴും നമുക്കൊരാളെ ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ അയാളെ എന്തായാലും അനുസരിക്കും. ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. അത് ഭയങ്കര വാക്കാണ്. അപ്പം നമ്മൾ സ്നേഹമുണ്ട്, നബിനോടുള്ള സ്നേഹഭാഗം പറയുമ്പോൾ നമ്മൾ റസൂലുള്ളാഹി പറഞ്ഞ ശരിക്ക് അംഗീകരിക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് നേരെ എതിരായിട്ടാണ് എന്ത് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ റബീഉൽ അവ്വൽ 12 എന്നൊക്കെ പറയുമ്പം പ്രവാചകന്റെ മരണം ഏത് ദിവസമാണെന്ന് കൃത്യമായിക്കൊണ്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ജനനം ഏത് ദിവസമാണെന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത വിഷയമാണ് മരണം എന്നുള്ളത്. പലപ്പോഴും ഈ ആഘോഷത്തിന്റെ ഇടയിൽ ഈ മരണമൊക്കെ ആളുകൾ മറന്നുപോവാണ്. ആഘോഷത്തിന്റെ ഇടയിൽ ആളുകൾ മറന്നുപോവാണ്. പ്രവാചകന്റെ മരണം ശരിക്കും മദീനയെ ഇരുട്ടിലാക്കിയ ഒരു ഇതാണ്. ഒരു വിതുമ്പിയ ദിവസമാണ്. ഒരു ഹദീസ് ഉണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ 1 മദീനയിൽ പ്രവേശിച്ച സമയത്ത് മദീന അദാഅത്ത് അഥവാ തിളങ്ങി. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ച സമയത്ത് എന്ത് ചെയ്തു, മദീനയുടെ ആ തിളക്കം മായിഞ്ഞു എന്നുള്ള നിലക്കുള്ളൊരു ഹദീസ് ഉണ്ട്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം ശരിക്കും എന്താണ് ഇരുട്ടിലാക്കിയ ഒരു സന്ദർഭമാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹയൊക്കെ വലിയ എന്താണ് സങ്കടമായിട്ടുള്ള വൈകാരികമായിട്ട് ഒരു സംഭവം ഉണ്ടല്ലോ. ഫാത്തിമ റളിയല്ലാഹു അൻഹ ചോദിക്കണ്ടല്ലോ എങ്ങനെയാണ് റസൂലിന്റെ മേൽ നിങ്ങൾ മണ്ണിട്ടുള്ള. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഒരു അവസാന നിമിഷം, പ്രവാചകന്റെ ഒപ്പമുള്ള അവസാന നിമിഷം ഇപ്പോൾ നമ്മൾ ഖുത്ബകളിലൊക്കെ കേൾക്കണാണ്. എന്നിട്ട് വാബത്ത എന്നൊക്കെ ഒഴിച്ചിട്ടുള്ള ഒരു പ്രത്യേക നിമിഷം എന്താണ് നമ്മൾ ഓരോരുത്തരും കേൾക്കുന്നതാണ്. അപ്പം അതൊക്കെ സ്മരിക്കുകയും അതൊക്കെ ഓർക്കാനൊക്കെ സമയത്താണ് പലപ്പോഴും എത്ര ആഘോഷങ്ങളിൽ പെട്ടിട്ട് മറന്നു പോകുന്നതല്ല. അപ്പം നമ്മൾ ഓരോരുത്തരും നമ്മൾ മനസ്സിലാക്കേണ്ട പ്രവാചകനോടുള്ള ഇത്തിബാഉം പ്രവാചകന്റെ ജീവിതം അറിയാം. ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഒരു കഥ ഉണ്ട്. ഇവിടെ മദീനത്ത് വന്ന ഒരാൾ അദ്ദേഹത്തോട് ചോദിച്ചെന്നുള്ള പലപ്പോഴും പല റീലായിട്ട് നിങ്ങൾ കേട്ടത് ഇക്കാരം. പക്ഷെ എന്നാലും ഞാനിങ്ങനെ പറഞ്ഞു പോവാണ്. قابلني أحد الزوار لهذه البلاد المباركة وقال متعجبا مثل هذه الأيام هي أيام مولد النبي عليه الصلاة والسلام. يقول أنا أتعجب لا أرى أي مظهر
من مظاهر الاحتفال بالمولد في المدينة، مع أن المدينة يقول أولى بلدان الدنيا بالاحتفال بمولده عليه الصلاة والسلام. ويتساءل ما السبب؟ قلت له لو أنك عرفت السبب لزال عن قلبك العجب. السبب واحد. قال ما هو؟ قلت لأنهم يحبون النبي عليه الصلاة والسلام ولأجل هذا لا يحتفلون بالمولد. قال عجب. قلت نعم. قلت المحبة الصادقة للنبي عليه الصلاة والسلام لا تكون بالمظاهر المبتدعة المحدثة في دين الله، وإنما المظاهر الحقيقية لمحبة النبي عليه الصلاة والسلام هي اتباعه. قلت له وإن أردت شاهدا ودليلا على هذا الأمر فهل تعلم أصدق محبة للنبي عليه الصلاة والسلام من محبة أبي بكر وعمر وعثمان وعلي وسائر الصحابة بل ومن اتبعهم بإحسان؟ قلت هل تعرف أصدق محبة من محبة هؤلاء للنبي عليه الصلاة والسلام؟ قال لا. قلت الصحابة كلهم ما احتفلوا والتابعون كلهم ما احتفلوا، وهذه الاحتفالات لم تحدث في الأمة إلا في القرن الثالث، ولا يمكن أن يقال إن هذا خير ادخره الله سبحانه وتعالى لمن جاء في هذه القرون المتأخرة وحرم منه الصحابة ومن اتبعهم بإحسان، بل الحق أنه شر وقى الله سبحانه وتعالى الصحابة منه وعافاهم وسلمهم من الوقوع فيه، وابتلى به من جاء بعدهم، وإلا لو كان خيرا لسبقونا إليه إذ هم السباقون لكل خير. അദ്ദേഹം പറഞ്ഞ എന്തുകൊണ്ടല്ലാത്ത പ്രവാചകനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടത്. പ്രവാചകനോടുള്ള ഹുബ്ബ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രവാചകൻ്റെ ചരിത്രം പഠിക്കുക, പ്രവാചകൻ്റെ ജീവിതം പഠിക്കുക. അത് ധാരാളം കിതാബുകളുണ്ട്, നമ്മൾ പഠിക്കാത്ത കുറേ കണ്ടന്റുകൾ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ നമ്മളെങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ പലതും പറഞ്ഞു നമ്മൾ എന്താണ് യഥാർത്ഥ ദീന്, ദീനിലിങ്ങനെ ഉണ്ടോ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നമ്മൾ പഠിക്കാൻ ശ്രമിച്ചാൽ. പ്രവാചകൻ്റെ ചരിത്രം മര്യാദക്ക് പഠിച്ച ഒരാളെന്തില്ല വിദിനത്തിന് എന്തില്ല പോകില്ല എന്നുള്ളതാണ് മനസ്സിലായില്ല. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യുക, പ്രവാചകൻ്റെ ചരിത്രം പഠിക്കുക, പ്രവാചകനോട് സഹാബാക്കൾ എങ്ങനെയാണ് ആ ഹുബ്ബ് പ്രകടിപ്പിച്ചത് എന്നുള്ളത് പഠിക്കുക. ഇതൊക്കെയാണ് നമ്മളെ ജീവിതത്തിൽ എന്ത് ചെയ്യുള്ളത് നമ്മൾ പ്രാവർത്തികമാക്കാനും അതുപോലെ തന്നെ നിനക്ക് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ ആസിഫ്ക്ക് സാധാരണ ഇവിടെ ഹറമിലെ ഹലക്കകളിലും അങ്ങനെ സാധാരണ ഹലക്കകളിലും ദർസിലൊക്കെ സ്ഥിരം പങ്കെടുക്കാറുള്ളതാണല്ലോ. ബറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഈ ഉസ്താദുമാർ ഷെയ്ഖുമാർ ദർസുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹബ്ബത്തുമായി ബന്ധപ്പെട്ട് അങ്ങനെ സ്ഥിരം സംസാരിക്കാറുണ്ടോ? എന്താണ് നിങ്ങളൊരു അഭിപ്രായം? സ്ഥിരം സംസാരിക്കാറുണ്ടോ ചോദിച്ചാൽ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബ്ബത്ത് അത് മുഅ്മിനീങ്ങൾക്ക് എപ്പോഴും വേണ്ട ഒരു കാര്യമാണല്ലോ. പിന്നെ എന്താ ഇവിടെ പറഞ്ഞാൽ അവരുടെ ലൈഫ് സ്റ്റൈൽ തന്നെ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ലൈഫ് സ്റ്റൈല് അതാണ് അവരെ ആഗ്രഹിക്കുന്നത്. അതവരുടെ ഹറക്കാത്തുകൾ സെക്കനാത്തുകൾ അവരുടെ മൊത്തത്തിലുള്ള അവരുടെ അവർ നിശബ്ദമായിട്ട് ഇരിക്കുമ്പോൾ അതിനൊരു കാരണമാണ്. അല്ലാഹുവിൻ്റെ റസൂൽ അവിടെ നിശബ്ദമായിട്ട് ഇരുന്നിട്ടുണ്ടാവും. അവർ സംസാരിക്കുമ്പോൾ അതിന് കാരണമാണ് അല്ലാഹുവിൻ്റെ റസൂൽ അവിടെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെ തുടങ്ങിയ ഒരു ലൈഫ് സ്റ്റൈൽ അവർ പരമാവധി അഡോപ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുന്നതാണ്. ആ ചര്യ പിൻപറ്റാൻ അത് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി എടുക്കാനാണ് അവർ ശ്രദ്ധിക്കുന്നത് നമുക്ക് മനസ്സിലായത്. പിന്നെ അങ്ങേയറ്റത്ത് വീണയാണ് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഖബർ ഇവിടെയാണല്ലോ നമുക്കറിയാലോ. അപ്പോൾ അവർ ശബ്ദം ഉയർത്താതെ വളരെ ചില പണ്ഡിതന്മാരൊന്നും ദർസിലൊന്നും ചാരി പോലും ഇരിക്കൂല. റസാഖുൽ ബദറൊക്കെ ദർസിൽ ഇരിക്കുന്നതാണ്ട് നമുക്ക് മനസ്സിലായി. ഷെയ്ഖ് ഒരിക്കലും ചാരി പോലും ഇരിക്കാതെ ഇങ്ങനെയാണ് ഷെയ്ഖിൻ്റെ ഒരു ശൈലി. ഓരോ പണ്ഡിതന്മാർക്ക് അവരുടേതായിട്ടുള്ള ശൈലിയും കാര്യങ്ങളുണ്ടാവും. പിന്നെ നമ്മളതൊക്കെ കണ്ട് പഠിക്കുക, മാതൃകയാക്കുക പരമാവധി. പലപ്പോഴും പല പണ്ഡിതന്മാരും ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുമ്പോഴൊക്കെ കരഞ്ഞു പോകും, വൈകാരികമായി പോകും. നമുക്ക് അവരറിയാതെ കരഞ്ഞു പോകും. അത് കരയുന്നു, കരയിപ്പിക്കുന്നു. സുബ്ഹാനല്ലാഹ്, അത് വലിയൊരു തന്നെയാണ്. കാരണം അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞാൽ അവർക്ക് സ്വന്തത്തെക്കാൾ അവർക്ക് വലുത് അല്ലാഹുവിൻ്റെ റസൂലാണ്. നമ്മളൊക്കെ ചിലപ്പോൾ ഇങ്ങനെ പറയും, ക്ലാസ് എടുക്കുകയൊക്കെ ചെയ്യെങ്കിലും അവരൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരുടെ ജീവിതത്തിൽ അതുണ്ട്. കാരണം അവരുടെ രാത്രി നമസ്കാരവും അവരുടെ എല്ലാ കാര്യങ്ങളും അവരുടെ പെരുമാറ്റം പ്രത്യേകിച്ച് അതൊക്കെ വളരെ അധികം ശ്രദ്ധിക്കുന്ന ആളാണ്. പ്രത്യേകിച്ച് അറബികളും പിന്നെ മശായിഖ്മാർ അടക്കം അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കുന്നതായിട്ടാണ് അനുഭവപ്പെട്ടത്. അത് നമ്മളതൊക്കെ കണ്ട് പഠിക്കുക, ഇവിടെ വരുന്നവരും അതൊക്കെ മാതൃകയാക്കാൻ ശ്രദ്ധിക്കുക. അതൊക്കെ അപ്പോൾ പിന്നെ പലപ്പോഴും പല ദർസകളും മൊത്തത്തിൽ പല വിഷയങ്ങളും നടക്കാറുണ്ട്. പിന്നെ
പ്രത്യേകമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോൾ ഷമായുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ ബുഖാരിൻ്റെ ഒക്കെ ദർസുകളൊക്കെ പ്രത്യേകം നടക്കാറില്ല. ഇതൊക്കെ റസൂലുള്ളാഹിന്റെ അതെ പല പണ്ഡിതന്മാരും അങ്ങനത്തെ കിതാബുകൾ എടുക്കുന്നുണ്ട്. ഒരുപാട് പണ്ഡിതന്മാർ അങ്ങനെ അതൊരു ടേമിലായിട്ടല്ല എല്ലാ സമയത്തും. അതെ പ്രത്യേകിച്ച് റബീഉൽ അവ്വൽ എന്നുള്ള നിലയിൽ എടുക്കല്ല, അതെപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ്. പിന്നെ ഈ റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ വെള്ളിയാഴ്ച ഖുത്ബകളിലൊക്കെ പ്രത്യേകം എന്ത് പറയുന്നു, അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഇത്തരം വിദ്യാർത്ഥികളിൽ നബിദിനാഘോഷം പോലത്തെ അതിനൊക്കെ പണ്ഡിതന്മാർ വളരെയധികം അതെ തുടർന്നുള്ള പല അനാചാരങ്ങളുണ്ടല്ലോ, നമുക്ക് അറിയാലോ. അതൊക്കെ എല്ലാത്തിനും സഹാബികളെന്താ മാതൃകയാക്കിയത്, അതാണ് റസൂൽ എന്താ പഠിപ്പിച്ചത്, സഹാബികളെന്താ എങ്ങനെയാണോ ചെയ്തു പോകുന്നത് ആ രൂപത്തിൽ നമ്മൾ ചെയ്താൽ പ്രശ്നമൊന്നുമില്ല. നമ്മളൊക്കെ ഓരോന്ന് ഉണ്ടാക്കേണ്ട, നമ്മളാരും എന്തെങ്കിലും സംഘടനാ താല്പര്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കില്ലല്ലോ. ദീന് പഠിക്കുക, മനസ്സിലാക്കുക, കൂടുതൽ അള്ളാഹിലേക്ക് അടുക്കുക. നമുക്ക് ഒരുപാട് കുറവുകളുള്ള ആളുകളാണല്ലോ. അപ്പം അതൊക്കെ പരമാവധി പഠിച്ചവനിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. അപ്പം അതിന് നല്ല മാർഗ്ഗമാണ്. പിന്നെ ചിലരിങ്ങനെ പറയും സലാത്തൊക്കെ ഇവിടുത്തെ പണ്ഡിതന്മാർ ചെല്ലുന്നതാണ് നമുക്ക് അത്ഭുതപ്പെട്ടു. അവരൊക്കെ എത്രയാണ് അള്ളാൻ്റെ റസൂലിന് വേണ്ടി സലാത്ത് ചെല്ലുന്നതെന്നൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ മാതൃകയാക്കുക, പരമാവധി അള്ളാഹിലേക്ക് അടുക്കാൻ ശ്രദ്ധിക്കുക, അതൊക്കെ തന്നെ. ഞങ്ങൾ പോയിക്കോളി, ചെറിയ തിരക്കിലാണ്. ഇതാ ജാസിമനെ കണ്ടിരിക്കുകയാണ്. നമ്മളെ മദീന ചാനലില് ഇവിടെ റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട ഓരോ വിശേഷങ്ങൾ ഒന്നുമില്ല എന്നുള്ള ഒരു ഇങ്ങനെ ചർച്ച ചെയ്ത് തരികയാണ്. പിന്നെ ഞങ്ങൾക്ക് എന്താ പറയാനുള്ളത്, ഇവിടെ ആഘോഷങ്ങളൊന്നുമില്ലേ? മദീനത്ത് എത്തിയിട്ട് 2-3 ദിവസമായി ഈ പ്രാവശ്യം. അപ്പോൾ ഒരു അടയാളങ്ങളും ഇതുവരെ കണ്ടിട്ടില്ല, ഒന്നും കാണാൻ തന്നെ അല്ല. നബിദിനായിട്ട് ആൾക്കാരൊക്കെ പറഞ്ഞത് വെറുതെ ഒന്നുമില്ല. അതെ പിന്നെ ഇവിടെ കണ്ടില്ല, അവിടെ ലൈറ്റ് കണ്ടില്ല അലങ്കരിച്ചാണ്. അപ്പോൾ ആ ലൈറ്റ് റബീഉൽ അവ്വലിനാന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാനുള്ളത്? അല്ല, അത് കുറേ മുമ്പുള്ളതാണ്. അതേപോലെയാണ് ഇവിടെ ഓരോന്ന്. ഇവിടെ ആൾക്കാർ കൂടിയിരിക്കുന്നുണ്ട്, ആരെങ്കിലും വന്നാൽ കൂടിയിരുന്നാണ്ട് ഒരു മൗലൂദ് അങ്ങനെ ചൊല്ലുകയാണെങ്കിൽ ഇതാറെ ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും പിടിക്കും, നല്ല പണി കിട്ടും. അങ്ങനെ വീട്ടിൽ അല്ലെങ്കിൽ ഇവിടെ ചില ആൾക്കാർ കൂടി നിന്ന് നടത്തുന്നതല്ലാതെ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മദീനത്ത് അങ്ങനെ ഒരു പരിപാടി പ്രത്യേകിച്ച് ആഘോഷങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. മദീനത്തെ റബീഉൽ അവ്വൽ വിശേഷങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ റബീഉൽ അവ്വലായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പോലെ ആചാരങ്ങളൊന്നും മദീനത്തല്ല ദീനിലില്ല എന്നുള്ളതാണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയത്. അപ്പോൾ ഇത്തരം അനാചാരങ്ങൾ നമ്മുടെ ദീനിലുണ്ടോ ഇല്ലേ നമുക്ക് സംശയം വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഹദീസ്, ഇന്നഹു മൻ യഈശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ. പല ഇഖ്തിലാഫുകളും ചിലപ്പോൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അലൈക്കും ബി സുന്നത്തി വ സുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, എൻ്റെയും അതേപോലെ തന്നെ ഖുലഫാഉർ റാഷിദീങ്ങളുടെയും സുന്നത്ത് നിങ്ങൾ പിൻപറ്റുക. തമസ്സകൂ ബിഹ അദ്ദു അലൈഹ ബിൻ നവാജിദ്, അതിനെ മുറുകെ പിടിക്കുക, അണപ്പല്ലോണ്ട് നിങ്ങൾ കടിച്ചു പിടിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇയ്യാക്കും വ മുഹ്ദസാത്തിൽ ഉമൂർ ഫഇന്ന കുല്ല ബിദ്അത്തിൻ ളലാല, നിങ്ങൾ പുത്തനാചാരങ്ങളെ സൂക്ഷിക്കണം, എല്ലാ ബിദ്അത്തുകളും ളലാലത്താണ് എന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുമ്പോൾ ദീനിലില്ല എന്നുള്ളത്, നമുക്ക് ഇത്തരം ദീനിലില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വെടിയാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടത്. അപ്പോൾ ഇതാണ് സത്യാവസ്ഥ. ബാറക്കല്ലാഹു ഫീക്കും. ഇനി മദീന ചാനൽ ഇതുപോലെ മറ്റുള്ള മദീനയിൽ നിന്നുള്ള മറ്റുള്ള അപ്ഡേറ്റ്സുകൾ നിങ്ങൾ മുമ്പിൽ വരും. അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ, ഓഗസ്റ്റ് 25 വരെ ഇതുപോലെ ഇറങ്ങിയ വീഡിയോകൾ വെച്ചിട്ട് ഒരു ക്വിസ് സെപ്റ്റംബർ 1 നടത്തുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ ഷോർട്ട് വീഡിയോകളായിട്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ശ്രദ്ധിക്കുക, എല്ലാവരും ക്വിസ് അറ്റൻഡ് ചെയ്യുക. ആകർഷകമായ സമ്മാനം അത് കരസ്ഥമാക്കാൻ വേണ്ടി ശ്രമിക്കുക. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.